വിളിച്ചു പറയുന്നു, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി ഒരുക്കുവിൻ. അത് ആ യെശയ്യാവിൽ പറയുന്നതാണ്. ഉം. ആ ഉം. അപ്പോ അതല്ല ഇവിടെ നമ്മുടെ മത്തായി, ഒരു മിനിറ്റ്. അവിടെ യഹോവ എന്നുള്ള ട്രാൻസ്ലേഷനിൽ അവിടെ കർത്താവിന് വഴിയൊരുക്കുന്നല്ലേ യഥാർത്ഥത്തില്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിധ കർത്താവിന്റെ വഴി ഒരുക്കുക, അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഉം. ഉം. അതുകൊണ്ട് അപ്പൊ അവിടെ എന്നാ വ്യത്യാസം? അല്ല അതുകൊണ്ടൊക്കെ കുഴപ്പമില്ല. പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് പറയുമ്പോൾ യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ അവിടെ പറഞ്ഞു, കർത്താവിന് വഴി ഒരുക്കുവിൻ പറഞ്ഞു. അവൻ ഇവൻ തന്നെ എന്ന് പറയുമ്പോൾ ആ യഹോവ ഈ തന്നെയാണ് ഇവൻ തന്നെ കർത്താവെന്ന് അർത്ഥം. പറയുന്നിടത്തെല്ലാം നിങ്ങൾ കൊണ്ട് യഹോവ വെക്കുന്നതാണ് പ്രശ്നമെന്നേ. അല്ല, അത് ട്രാൻസ്ലേഷനിൽ വന്ന വ്യത്യാസമായിരിക്കും. ഈ യഹോവ എന്ന്, അതായത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലൊന്നും യഹോവ എന്ന് വന്നിട്ടില്ല. അതൊക്കെ ലോഡ് എന്ന് വന്നിട്ടുള്ളൂ. ഈ ലോഡ് എന്നുള്ളിടത്തെല്ലാം ഇവിടെ യഹോവ എന്നാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ എല്ലായിടത്തും ലോഡ് എന്നേ ഉള്ളൂ, പക്ഷെ അവിടെ എല്ലാം യഹോവ യഹോവ എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. അതെന്തുകൊണ്ടാന്ന് എനിക്കും അറിഞ്ഞുകൂടാ. ഹലോ, കേൾക്കുന്നില്ലേ? ഉണ്ടാ മോസ്റ്റ് അങ്ങോട്ട് പോയി, തിരിച്ചു വരുമായിരിക്കും. മോസ്റ്റ് പോയി വരുമായിരിക്കും. അതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ഒത്തിരി പറഞ്ഞിട്ടുള്ള സിസ്റ്ററെ. അതായത് അല്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഞാൻ ഇങ്ങനെ ഒരു ഉപദേശം ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുവാണ്. എനിക്കത് കേട്ടിട്ട് യഹോവ സാക്ഷികൾക്ക് ഇവിടെ ബൈബിള് ഇത് അടിക്കാൻ വേണ്ടി തമിഴിൽ കൊണ്ടുവന്നിട്ട് അവര് ലോക്കൽ ലാംഗ്വേജിലെല്ലാം യഹോവ എന്ന് എഴുതി ചേർത്ത് കർത്താവ് എന്നുള്ളിടത്ത്. പക്ഷെ പ്രമുഖ ഭാഷയിലൊന്നും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഓക്സ്ഫോർഡ് പോലെ വലിയ യൂണിവേഴ്സിറ്റികളിലും ലോകം മൊത്തം വ്യാപകമായിട്ട് കിടക്കുന്ന ഇംഗ്ലീഷ് പോലുള്ള ഭാഷയിൽ അവർക്ക് തിരിയാൻ പറ്റിയില്ല. അവർ പറ്റുന്നിടത്തൊക്കെ തിരിയും. അപ്പൊ അതൊക്കെ എന്റെയൊക്കെ പ്രത്യേക പ്രശ്നം നമുക്ക് പറ്റിയിട്ടുണ്ട്. അല്ല, അത് പോട്ടെ. ഞാൻ ചോദിക്കുന്ന യഹോവ എന്നുള്ള പേരങ്ങ് മാറ്റി നിർത്തിയാലും ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ബാക്കി എല്ലാ വിശദീകരണങ്ങളും സെയിം അല്ലേ? വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ആ പേരിനകത്ത് പേര് മാത്രമല്ലേ മാറുന്നുള്ളൂ. നമ്മുടെ പാസ്റ്റ് വന്നിട്ടുണ്ടല്ലോ. അല്ല, യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ, യെശയ്യാവ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. അപ്പൊ ചോദ്യം, യഹോവയ്ക്ക് വഴി ഒരുക്കാനല്ല യേശുക്രിസ്തു വന്നതെന്നാണ് പ്രിസ്കില്ല മേഡത്തിന്റെ ചോദ്യം. യേശുക്രിസ്തു അല്ലല്ലോ, സ്നാപയോഹന്നാനല്ലേ വഴിയൊരുക്കി. സ്നാപയോഹന്നാൻ പറഞ്ഞ കാര്യ പറഞ്ഞു. വഴിയൊരുക്കിയത് സ്നാപയോഹന്നാൻ, വന്നത് യേശു. അപ്പോൾ യെശയ്യാവില് പറയുന്ന യഹോവയ്ക്ക് വഴി ഒരുക്കും എന്ന് പറയുന്നത് ആരെ കുറിച്ച്? യേശുവിനെ കുറിച്ചാണോ പറയുന്നത്? യേശുവിനെ കുറിച്ചാണ്. യേശു അല്ല, യഹോവയാണെങ്കിൽ യഹോവയ്ക്ക് എന്തിനാ വഴി ഒരുക്കുന്നത്? അയാൾക്ക് വല്ല പ്രശ്നം ഉണ്ടായിരുന്നു? അയാൾ അവിടെ ഉള്ള ആളല്ലേ പഴയ നിയമത്തിൽ? വഴിയൊരുക്കുന്ന പുതിയ ആള് വരുന്നതിനല്ലേ, നമ്മളുള്ള ആൾക്ക് വഴി ഒരുക്കണ്ടേ? നരേന്ദ്രമോദിക്ക് വഴി ഒരുക്കേണ്ട കാര്യമുണ്ടോ? നരേന്ദ്രമോദി ഓൾറെഡി പ്രധാനമന്ത്രിയാണ്. പുതിയൊരാൾ വരുന്നു. അല്ല, പുതിയൊരാള് വരുന്നു എന്ന് പറഞ്ഞാൽ അവൻ ജഡരൂപം എടുത്തു വരുന്നു. ദൈവം തന്നെ ദാസരൂപം എടുത്തു. ദൈവം ജഡത്തിൽ മനുഷ്യനായി തീർന്നു വരുന്നതല്ലേ. അപ്പൊ നമുക്കത് പുതിയതാണല്ലോ. അപ്പൊ മനുഷ്യനായിട്ട് വരുമ്പോ മനുഷ്യർക്കത് പുതിയതല്ലേ. നമ്മള് ദൈവം ആത്മാവാകുന്നു എന്നും അവൻ സർവ്വവ്യാപിയാകുന്നു എന്ന് പറയുമ്പോ നമ്മളുടെ വിചാരം ദൈവം ആത്മാവാകുന്നു, അവൻ മനുഷ്യരൂപം ഇല്ലല്ലോ. ആ ആത്മാവാകുന്ന ദൈവം മനുഷ്യരൂപം എടുത്തു വന്നു എന്നല്ലേ വിശ്വസിക്കുന്നത്. അല്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ചിന്തിക്കുന്ന ഈ യഹോവയ്ക്ക് പഴയ നിയമത്തിൽ ഇരിക്കുന്ന കർത്താവായ യഹോവയെ മാറ്റി യേശു കർത്താവാകുകയാണ്. അപ്പൊ അതിനാണ് വഴിയൊരുക്കാൻ പറയുന്നത്. അപ്പം പുതിയ ഒരാൾ വരുമ്പോഴേ വഴിയൊരുക്കത്തുള്ളൂ. അല്ലാതെ പണ്ടത്തെ ഉള്ള ആള് തന്നെ ആണെങ്കിൽ പിന്നെ ലോജിക്കില്ല, വഴിയൊരുക്കേണ്ട ആവശ്യമില്ല അയക്ക്. അപ്പൊ യെശയ്യാവിന് തെറ്റുപറ്റിയോ? ഇല്ല, പറ്റിയില്ലല്ലോ. അല്ലെന്നേ, അവിടെ കർത്താവിന് വഴി ഒരുക്കുമെന്നാണ് മാഡം. അത് ശരി, അത് ഞാൻ സമ്മതിച്ചു. കർത്താവിന് വഴി ഒരുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് യെശയ്യാവിന്റെ അതിനകത്ത് എഴുതിയപ്പോൾ യഹോവയ്ക്ക് വഴി ഒരുക്കുമെന്ന് എഴുതി വെച്ചു? അത് അവിടെയും കർത്താവ് മലയാള വിവർത്തനമാണ്, പരിഭാഷയാ. ഓക്കെ, ഞാൻ സമ്മതിച്ചു. അവിടെ കർത്താവെന്ന് തന്നെ അങ്ങ് വിചാരിച്ചു. അപ്പോഴും സെയിം അല്ലേ? പഴയ ആ കർത്താവ് ഈ കർത്താവ് ഒന്നല്ലേ? അല്ല, അതെങ്ങനെയാ കർത്താവിന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്?
അല്ല, യെശയ്യാ അത് പറഞ്ഞത് കേക്ക്. അത് പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് പറയുമ്പോൾ അവൻ തന്നെയാണ് ഇവൻ എന്നല്ലേ? അത് ഒന്ന് ലിസൺ ചെയ്യ്. ഇപ്പം പൗലൂസ്ലിയ പറയുന്ന യേശു കർത്താവെന്ന് ഏറ്റു പറഞ്ഞാൽ രക്ഷിക്കപ്പെടുമെന്നല്ലേ? ആ അപ്പൊ യഹൂദനോടല്ലേ പറയുന്നത് യേശു കർത്താവെന്ന് ഏറ്റു പറയാൻ? ഉം. അപ്പൊ യഹൂദന്റെ കർത്താവ് ആരായിരുന്നു? അതുവരെ യഹോവയായിരുന്നു കർത്താവ്. അപ്പൊ യഹോവയുടെ കർത്തൃത്വം മാറ്റി യേശുവിന്റെ കർത്തൃത്വം കൊണ്ടുവരുന്നു. അതാ വഴി ഒരുക്കുന്നേ. ഇപ്പൊ യേശു കർത്താവെന്ന് നീ പറഞ്ഞാൽ നീ രക്ഷപ്പെടുമെന്നാ പറയുന്നേ. യെശയ്യാ അതാ വഴി രക്ഷകൻ. ഒരുക്കും. ഓക്കെ. അല്ല അല്ല അവിടെ പിന്നെ പുതുതായിട്ട് ഏറ്റു പറയേണ്ട കാര്യമില്ലല്ലോ. ഇവര് 1500 വർഷമായിട്ട് യഹോവ ഇവരുടെ കർത്താവൻ. യേശു ഒരിക്കലും പിതാവിനെ മാറ്റി നിർത്തിയിട്ടില്ലല്ലോ. യേശു എവിടെ പിതാവിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്? ഞാൻ മാത്രമാണെന്ന് യേശു പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഈ എന്നാ യഹോവയാണോ പിതാവെന്നാണോ വിചാരിക്കുന്നത്? യഹോവയെ അങ്ങ് മാറ്റി നിർത്ത്. പിതാവ് യഹോവ ഇപ്പൊ എനിക്കറിയില്ല, ഈ പേര് മാറിയതായിരിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്ലേഷനിൽ വന്ന വ്യത്യാസമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അത് വിട്. യഹോവ എന്നുള്ള പേര് വിട്. പിതാവ് ആരാ അപ്പൊ? യഹോവ പിതാവല്ല. യഹോവ യഹോവയെ വിട്ടേരെ, യഹോവയെ വിട്ടേര്. അപ്പൊ എങ്ങനെ യേശു യഹോവ? ആരാണ്? യേശുക്രിസ്തു പറഞ്ഞ പിതാവ് അത്യുന്നതനായ ദൈവപിതാവാണ്. ആ പിതാവിനെ ആരും കണ്ടിട്ടുമില്ല, ആരും കേട്ടിട്ടുമില്ല. യോഹന്നാൻ യോഹന്നാൻ 1:18 വായിച്ചു നോക്ക്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിന്നെ യോഹന്നാൻ 5 വായിക്കുമ്പോ നിങ്ങൾ അവന്റെ ശബ്ദം കേട്ടിട്ടുമില്ല. അപ്പൊ പിന്നെ ആരാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാ പറയുന്നേ? അപ്പൊ പിന്നെ കർത്താവ് പറഞ്ഞ, യേശുക്രിസ്തു പറഞ്ഞ എന്തിനാ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അതെ, പിതാവിനെ കണ്ടിരിക്കുന്നു. കാരണം പിതാവിന്റെ അപ്പൊ ഒരിടത്ത് തന്നെ പല കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഇല്ല, അതെ, പിതാവിന്റെ തനി സ്വരൂപമാണ് പുത്രൻ. അതുകൊണ്ടാണ് എന്നെ കണ്ടവൻ കണ്ടിരിക്കുന്നു പറഞ്ഞേ. അതെങ്ങനെയാ? ഇപ്പൊ എന്റെ അപ്പനും ഞാനും ഒരേപോലെ ഇരിക്കുന്നേന്ന് പറഞ്ഞോണ്ട് എന്നെ നിങ്ങളുടെ കണ്ടവൻ എന്റെ അപ്പന്റെ ഇമേജ് അല്ല അപ്പനെ നിങ്ങള്. ശരിയാവുമോ? അങ്ങനെയല്ല. അത് മോസ്റ്റ് എന്നെ വിളിച്ചു വരുത്തിട്ട് ഇടയ്ക്ക് കയറി വേണം വെക്കാതെ. എന്നാ മോസ്റ്റ് പറ. ഓക്കെ. ഇത് നിങ്ങളുടെ അപ്പന്റെ കാര്യം പറഞ്ഞ പോലെയല്ല. ഇത് പിതാവിന്റെ തനി സ്വരൂപമാണ് പുത്രൻ. ആ പിതാവിന്റെ അധികാരമെല്ലാം പുത്രനുണ്ട്. അപ്പോൾ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അതേസമയം അധികാരമില്ലെങ്കിൽ പ്രയോജനമില്ല. അപ്പൊ പിതാവിന്റെ എല്ലാ അധികാരങ്ങളോടും കൂടെ പിതാവിന്റെ അതേ സ്വഭാവ ഗുണങ്ങളോടെ പുത്രൻ നിൽക്കുമ്പോൾ പുത്രൻ പറയണ എന്നെ കണ്ടോ പിതാവിനെ കണ്ടിരിക്കുന്നു. അതിന്റെ ആവശ്യമുള്ളൂ. മനസ്സിലായോ? മനസ്സിലായില്ല. പിതാവിന്റെ പുത്രൻ, പിതാവിന്റെ അതേ രൂപം അതേ അധികാരം ഉണ്ടെന്ന് യേശുവിന്. രൂപം എന്ന് പറഞ്ഞാൽ എന്താ? പിതാവിന് രൂപമുണ്ടോ? പിതാവിന്റെ രൂപം എന്ന് പറയുന്നത് അവന്റെ ഗുണങ്ങളാണ് യേശു കർത്താവില് ഉള്ളത്. അപ്പൊ യഹോവയെ പോലെ അല്ലല്ലോ യേശു, ന്യായം വിധിക്കാത്തവൻ. ഇപ്പൊ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ട് യഹോവയുടെ അടുത്തോട്ടാ. അല്ലല്ലോ, അപ്പൊ യഹോവ എന്നുള്ള പേര് വിടാൻ പറ്റുകയല്ല. അങ്ങനെയാണ് ഇവിടെ തർക്കമില്ലല്ലോ. ഈ അല്ല, ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇപ്പൊ യഹോവ എന്നുള്ള പേര് വെച്ചല്ല ഞാൻ പറയുന്നത്, പിതാവ് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പഴയ നിയമത്തില് ഒരു ശബത്ത് ദിവസം ഒരുത്തൻ വിറക് പെറുക്കി, വിറകല്ല ചുള്ളിക്കമ്പ് പെറുക്കി. ഈ ചുള്ളിക്കമ്പുകൾ പെറുക്കി കൂട്ടുന്ന കണ്ടപ്പോൾ അവനെ പിടിച്ച് മോശയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോ അവിടെ പ്രത്യേകിച്ച് കൽപ്പനയൊന്നുമില്ല. അപ്പോ യഹോവയുടെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ കൽപ്പനയൊന്നും കൊടുത്തിട്ടില്ല. ഈ ചുള്ളിക്കമ്പ് പെറുക്കുന്നവൻ എന്നാ ചെയ്യണം? അപ്പൊ യഹോവ പറഞ്ഞു അവനെ എല്ലാവരും കല്ലെറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞു. അപ്പൊ അവൻ പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്തില്ല. 2 ചുള്ളിക്കമ്പ് എടുത്ത് അവിടെ വെച്ചു. അപ്പൊ അവനെ കല്ലെറിഞ്ഞു കൊന്നു. എന്നാൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഈ യഹോവ തന്നെയാണ് യേശു എന്ന് നിങ്ങൾ പറഞ്ഞെങ്കിൽ ആ യഹോവ തന്നെയായിരുന്നു യേശുവെങ്കിൽ യേശു അവളെ എറിഞ്ഞു കൊന്നേനെ. അല്ല, ന്യായപ്രമാണത്തിലെ അങ്ങനെയല്ല. ന്യായപ്രമാണത്തിലെ ഈ കടുകട്ടിയുള്ള നിയമങ്ങളെ എല്ലാം യേശുക്രിസ്തു വന്ന് അത് വളരെ ലളിതമാക്കി തീർക്കുകയല്ല ചെയ്തത്. അതായത് ഇപ്പം ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന 10 കൽപ്പനകളെയും കൂടെ സംഗ്രഹിച്ച് നീ നിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ 10 കൽപ്പനകളുടെയും കാഠിന്യം കുറഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട്, എന്നാൽ ഈ 10 കൽപ്പനകളും അതിനകത്ത് ഉൾക്കൊണ്ടു. അത് നിങ്ങളെ ആരോ
നിങ്ങളെ ആരോ പറഞ്ഞ് ശരിക്കും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. എന്നെ ന്യായപ്രമാണം പറയുന്നത് കേൾക്ക്. അല്ലല്ല, ന്യായപ്രമാണത്തിലെ കൽപ്പന യേശു പറഞ്ഞു വ്യഭിചാരം ചെയ്യരുതെന്ന് ന്യായപ്രമാണത്തിൽ പറയുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്തിരിക്കുന്നു. ന്യായപ്രമാണത്തിൽ കൊലപാതകം ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാകുന്നു. അപ്പൊ ന്യായപ്രമാണത്തിലെ കൽപ്പന ലളിതമാക്കുമായിരുന്നോ കഠിനമാക്കുമായിരുന്നോ യേശു ചെയ്തേ? അപ്പൊ ഇങ്ങനെ ഈ അത്രയും കൽപ്പനകൾ, ഈ 10 കൽപ്പനകൾ പറഞ്ഞ് അത് പഠിക്കുന്നതിനേക്കാൾ അത് ഇങ്ങനെ ഗ്രഹിച്ചു കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഹിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ഇത്ര കടുകട്ടിയാണല്ലോ എന്നൊരു ചിന്ത വരും. അതേസമയം പുതിയ നിയമകാലത്തില് നീ നിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കാന്ന് പറയുമ്പോ അതിനകത്ത് എല്ലാം വന്നു. അതിനകത്ത് ഈ കൂട്ടുകാരനോട് മോഹം തോന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പഠിക്കരുത്. ഞാൻ എന്നെ സ്നേഹിക്കുന്നോ അതുപോലെ മറ്റൊരാളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന തെറ്റുകളൊന്നും എന്നെ സംഭവിക്കില്ല. അതാണ് കർത്താവ് ഉദ്ദേശിച്ചത്. ഇതിനകത്ത് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയോ? നിങ്ങളുടെ അരിക്കകത്ത് കടുക് അല്ല, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അരിക്കകത്ത് കടുക് ചെരിഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ 2 കിലോ അരിക്കകത്ത് 1 കിലോ കടുക് അതുപോലെ തന്നെ സുഹൃത്തിനെ അങ്ങനെ തന്നെ ഞാൻ കരുതുക. അപ്പൊ പിന്നെ എനിക്ക് തെറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. മാഡം പാസ്റ്റർ പറയുമ്പോ പാസ്റ്റർ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ആയിക്കോട്ടെ. അല്ല, നിങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല പറയുന്നേ. കാരണം ഈ എന്തെങ്കിലും ഒരു കാര്യം സ്ഥാപിക്കാനല്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പാസ്റ്റർ പറഞ്ഞ മുഴുവൻ കേട്ടിട്ട് പറ. അതല്ലെന്നേ, ഈ സഹോദരി ശ്രദ്ധിക്കുന്നില്ല. കാരണം ഞാൻ പ്രീ കൺസീവ്ഡ് ഐഡിയാസ് വെച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, അല്ലാതെ ഇതിനകത്ത് കൃത്യമായ ഒരു കാര്യം പറയുന്നില്ല. കാരണം ഇത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചത് എന്റെ ചോദ്യം ഇതാണ്: യഹോവയുടെ അടുത്ത് ആണ് ഇപ്പോ ഈ സ്ത്രീയെ കൊണ്ട് ചെല്ലുന്നെങ്കിൽ യഹോവ കല്ലെറിഞ്ഞു കൊല്ലുവോ അതോ വെറുതെ വിടുവോ? പറഞ്ഞു നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചത്. അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ നിയമം. അതുകൊണ്ടാണല്ലോ പണ്ട് കാലത്ത് അങ്ങനെ വ്യഭിചാരം ചെയ്യുന്നവർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചെയ്യണമല്ലോ, അതായിരുന്നല്ലോ നിയമം. പണ്ട് കാലത്തെന്ന് പറഞ്ഞ ഏത് കാലത്താ? ന്യായപ്രമാണ കാലഘട്ടത്തില്. അപ്പൊ യേശു നിൽക്കുന്ന ഏത് കാലഘട്ടത്തിലാ? യേശുക്രിസ്തു വന്നത് ന്യായപ്രമാണ കാലഘട്ടത്തില്. അതുകൊണ്ടാണല്ലോ കൊണ്ടുവന്നത്. അതെ, അപ്പൊ യഹോവയാണ് നിൽക്കുന്നെങ്കിൽ യഹോവ കല്ലെറിഞ്ഞ് കൊല്ലണ്ടേ? അതാണല്ലോ പറഞ്ഞത്. ദൈവം പഴയ അവിടെ അങ്ങനെ പോകാൻ വരട്ടെ. ഈ പഴയ നിയമ കാലഘട്ടം തന്നെയാണല്ലോ യേശു നിൽക്കുന്നതും. അതങ്ങനെ പുതിയ നിയമ കാലഘട്ടമാണ്? അല്ല, പുതിയ നിയമ കാലഘട്ടം എന്നല്ല ഞാൻ പറഞ്ഞത്. യേശുക്രിസ്തു വന്നതിന് ശേഷമാണ് ഈ നിയമങ്ങളെല്ലാം മാറ്റി എഴുതപ്പെട്ടതെന്നാണ് പറഞ്ഞത്. അതാര് മാറ്റി? യേശുക്രിസ്തു ആ നിയമം മാറ്റി. അവിടെയല്ലേ? അപ്പൊ യേശുക്രിസ്തുവിന് മുന്നിൽ വെച്ച് കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുവന്നതല്ല. അവര് ശബത്ത് ആചരിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? അപ്പൊ ന്യായപ്രമാണ കാലഘട്ടത്തിലെ പോലെ തന്നെയല്ലേ യേശുക്രിസ്തു പരിച്ഛേദന ഏറ്റു. ഈ പറഞ്ഞ പോലെ ന്യായപ്രമാണം കൊടുത്ത ആരാ? ദൈവം, പിതാവായ ദൈവം. അത് യഹോവയാണോ ആരായാലും. അല്ല, പിതാവായ ദൈവം ഒരു പ്രമാണവും കൊടുത്തിട്ടില്ല. പിന്നെ ആരാ കൊടുത്തേ? യഹോവയാ കൊടുത്തേ. അവിടെയാണ് നിങ്ങൾ ഈ ബൈബിള് പഠിക്കുന്നത്. നിങ്ങൾക്ക് വന്ന പേശക്. നിങ്ങൾ ഗലാത്യ ലേഖനം 3 അധ്യായം ബഹളം വെക്കാതെ ഇതൊക്കെ ആദ്യം കേൾക്കുമ്പോ എല്ലാരും ബഹളം വെക്കും. ഞാനല്ല ബഹളം വെച്ചത്. എന്റെ ഹോസ്റ്റലിൽ വേറൊരു കുട്ടിയുണ്ട്. എന്റെ ശബ്ദമായിട്ടാണോ നിങ്ങൾക്ക് തോന്നിയത്? ഞാനല്ല. ഓക്കെ. അപ്പൊ ഈ ഗലാത്യ ലേഖനം 3 അധ്യായം വായിക്കുമ്പോ അതൊന്നും ശരിക്കും വായിക്കണം. അവിടെ അബ്രഹാമിന് ദൈവം ന്യായപ്രമാണം കൂടാതെ നീതീകരണം കൊടുത്തു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അതേപോലെയാ കൊടുക്കുന്നത്. അല്ല, ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് യഹോവ കൊണ്ട വെച്ചതാ. അത് പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, ബോഷ്ക് പറയുന്നവർ, നരമോഷ്ടാക്കൾ, ബാഹ്യന്മാർ, പുരുഷമൈഥുനക്കാർ, അങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ടവന്മാർക്കാണ് ഈ ന്യായപ്രമാണം എന്ന് തിമോഥെയോസിന് എഴുതുന്ന ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അപ്പോ ഈ ന്യായപ്രമാണം അനുസരിച്ച് യഹോവ ഇങ്ങനെ കല്ലെറിഞ്ഞ് കൊന്നും ഒക്കെ ഇരിക്കുമ്പോൾ യേശുക്രിസ്തു വന്നിട്ട് പറയാണ് വെറുതെ വിട്ടത് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ അത് യഹോവയുടെ സ്വഭാവമായിട്ട് നേരെ ഓപ്പോസിറ്റ് ആണ്. മറ്റേ ഒരു ചുള്ളിക്കമ്പ് വൃക്കനെയാണ് എറിഞ്ഞു വന്നെന്ന് ഓർക്കണം. അന്നേരം ഇവിടെ വ്യഭിചാരം ചെയ്ത ആളെ വെറുതെ വിട്ടത്. നമ്മൾ ആ വ്യത്യാസം മനസ്സിലാക്കണം. ഈ മീൻ ചോദിക്കുമ്പോ പാമ്പിനെ കൊടുക്കുന്നേ. യേശു പറഞ്ഞില്ലേ നിങ്ങൾ ആരേലും പിതാക്കന്മാർ അങ്ങനെ ചെയ്യുവോ? യഹോവ ചെയ്തല്ലോ. മീൻ ചോദിച്ചപ്പോ പാമ്പിനെ വിട്ട് കടിപ്പിക്കുക യഹോവ ചെയ്തു. അപ്പൊ യഹോവയ്ക്കെതിരായിട്ടാണ് യേശു സംസാരിച്ചത്. നമ്മളത് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്ക്.
പ്രിസ്കില്ലാജി അൺമ്യൂട്ട് ചെയ്യും. അതായത് അവര് മീൻ ചോദിച്ചത് കൊണ്ടല്ലല്ലോ അവര് ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോ ഞങ്ങൾക്ക് അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ അവര് തിരസ്കരിച്ചു അതിനെതിരെ പിറുപിറുത്തത് കൊണ്ടല്ലേ ദൈവം അവരുടെ മേലെ ശാപം അയച്ചത്. അങ്ങനെയാണോ ഞാൻ ചോദിക്കുന്നേ? മക്കള് മീൻ ചോദിച്ചാൽ നിങ്ങളിൽ ഏത് പിതാവുണ്ട് പാമ്പിനെ കൊടുക്കുന്നതെന്ന് യേശു ചോദിച്ചത് പഴയ നിയമത്തിലൊരു സംഭവത്തെ പറ്റിയാ. ആ സംഭവം ഇസ്രായേൽ മക്കൾ പറയാ, ഞങ്ങൾക്ക് ഈജിപ്തിൽ നൈൽ നദിയിൽ ഇഷ്ടംപോലെ മീൻ പിടിച്ച് തിന്നായിരുന്നു, ഇവിടെ മന്ന മാത്രമേ ഉള്ളൂ, ഇത് സാരമല്ലാത്ത ഈ ആഹാരത്തിൽ നിന്ന് ഞങ്ങൾ മടുത്തു, ഞങ്ങൾ ഇനി ആത്മഹത്യ ചെയ്യുന്ന നിവൃത്തിയുള്ളെന്ന് പറഞ്ഞ് അവർ കരയുകയാണ്. അപ്പൊ അത്രമാത്രം അവർ വിഷമിച്ചു. കേരളത്തിലെ ജയിലിൽ പോലും ആഴ്ചയിൽ ഒരു മട്ടനും 2 പ്രാവശ്യം ചിക്കനും എല്ലാ ദിവസവും മുട്ടയും ഒക്കെയാ കൊടുക്കുന്നേ. അപ്പൊ കേരളത്തിലെ ജയിലിന്റെ നിലവാരം പോലും ഈ മരുഭൂമി കൂടെ നടന്ന ജനങ്ങൾക്കില്ല. മന്ന തന്നെ കൊടുത്ത് തിന്ന് അവസാനം മീൻ ചോദിച്ച ജനത്തിന്റെ നേരെ പാമ്പിനെ അയച്ചു. അപ്പൊ യേശു ചോദിക്കുക, നിങ്ങളിൽ ഏതെങ്കിലും പിതാവ് അങ്ങനെ ചെയ്യുവോടെ? മീൻ ചോദിക്കുന്ന പിള്ളേർക്ക് പാമ്പിനെയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ മോശമല്ലേ? അപ്പൊ അത് യഹോവയാണ് അത് ചെയ്തത്. അപ്പൊ അങ്ങനെ ശിക്ഷിക്കുന്നത് ശരിയാണോ? ഒരു സ്ഥലത്ത് താമസിച്ചിരുന്ന ജനത്തെ അവിടുന്ന് വിളിച്ചിറക്കി ഇങ്ങേരുടെ ചുമതല പോവുകയാണെങ്കിൽ വഴി വെച്ച് അങ്ങനെ ഉപദ്രവിച്ച് കൊല്ലാവോ? തങ്കൽ ആശ്രയിച്ചു വരുന്ന ജനത്തെ ഉപദ്രവിക്കുന്ന ഏതെങ്കിലും ദൈവമുണ്ടോ? ലോകത്ത് ഇവിടെ ഇന്ത്യയിൽ എത്രയോ ദേവീ ദേവന്മാരുണ്ട്, ലോകത്തെല്ലാം ദേവന്മാരുണ്ട്. ഏതെങ്കിലും ദേവൻ സ്വന്തം ജനത്തെ കൊന്നതായിട്ട് സിസ്റ്റർ പ്രിസ്കില്ല കേട്ടിട്ടുണ്ടോ? സ്വന്തം ജനത്തെ ഞാൻ പറയാം, സ്വന്തം ജനത്തെ കൊന്ന മനുഷ്യ ചരിത്രത്തിലെ ഏക ദൈവം യഹോവയാണ്. വേറെ ഒരു പുരാണത്തിലും ഒരു ദൈവവും സ്വന്തം ജനത്തെ കൊന്നിട്ടില്ല.